ഖുർആനുമായി എന്റെ ആത്മബന്ധം എത്രയാണ് എന്ന് പരിശോധിക്കുക. നമസ്കാരം കഴിഞ്ഞാൽ ഞാനടക്കം മൊബൈലെടുത്ത് പുതിയ വല്ല മെസ്സേജുകളും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആ മൊബൈലുമായി എന്റെ ജീവിതത്തിന്റെ ബന്ധമാണത് കൽപ്പിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു പോയാൽ ദുഃഖം വരുന്നത് അയാളുമായുള്ള ആത്മബന്ധത്തിന്റെ കട്ടിയും ഘനവും അനുസരിച്ചാണ്. വിശുദ്ധ ഖുർആനുമായി എന്റെ മനസ്സ് അകന്നു നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നുവെങ്കിൽ ആ ഖുർആനുമായി ആത്മബന്ധമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആശയമാണ്, ഈ ബന്ധമാണ് പരിശുദ്ധ റമദാനിലൂടെ സത്യവിശ്വാസികളായ ആളുകൾ നിർവഹിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെ 3 തരത്തിലാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന് അത്തിലാവ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം